ഓക്കെ. ഇപ്പം എനിക്ക് ഇന്നലെ കിട്ടിയ ഇപ്പം ഇത്രയും ദിവസത്തിനിടക്ക് കിട്ടിയ ബോധ്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഈശോ നമുക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി. അതിനേക്കാൾ ഉപരി പിതാവിന് നമ്മോടുള്ള സ്നേഹം, ആ സ്നേഹമാണ് ഈശോയെ നമുക്ക് തന്നത്. അതെൻ്റെ മനസ്സിലും അല്ലാതെ സ്പർശിച്ചു. ഈശോ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനൊരു ബോധ്യം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിനി ഈശോയോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. നമ്മൾ ആ കൃപയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിൽ പോയി ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. ആ കൃപാവരം നമ്മിലേക്ക് ചൊരിഞ്ഞു കിട്ടും. നമ്മളൊന്ന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ഈശോ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ചൊരിയുന്നത് നമുക്ക് നോക്കിക്കാണാം. പിതാവിൻ്റെ സ്നേഹം നമ്മൾ അറിയുന്നത് പുത്രനായ ഈശോയിലൂടെയാണ്. ഈശോയാണ് നമ്മുടെ സമ്പത്ത്. എങ്കിലും പിതാവായ ദൈവം അതിനേക്കാൾ വലിയ സമ്പത്തായിട്ട് എനിക്ക് ക്ലാസ്സിൽ ബോധ്യപ്പെട്ടു. പിതാവായ ദൈവം നമ്മോട് കാണിച്ച കരുണയാലാണ് ഈശോയെ നമുക്ക് നൽകിയത്. പിന്നെ ഏദൻ തോട്ടത്തിലുണ്ടായ സംഭവം, അതേക്കുറിച്ച് ഒരുപാട് സംശയം എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തോളം ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സിലാണ് എനിക്കത് തിരുത്തി കിട്ടിയത്. അതേപോലെ ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് അവരെ പുറത്താക്കിയത് അവരെ കൂടുതൽ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള ബോധ്യമാണ് എന്നെ വല്ലാതെ സ്പർശിച്ചു കിട്ടിയത്. അതിലൂടെ എനിക്ക് പിതാവായ ദൈവത്തോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ സ്നേഹം ആ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് കരുതലും സ്നേഹവും പിതാവായ ദൈവത്തിന് എത്രത്തോളം ഉണ്ടെന്ന് ആ ക്ലാസ്സിലാണ് എനിക്ക് ബോധ്യപ്പെട്ട് കിട്ടിയത്. പിന്നെ ഇനി അങ്ങോട്ട് എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ദൈവം പറയുന്നത് അനുസരിച്ചുകൊണ്ട് മാത്രം ദൈവത്തിലേക്ക് നോക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള വലിയൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾ ഒരിക്കലും വേദനിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ സങ്കടത്തെ സന്തോഷമാക്കി മാറ്റാനും അത് പൂർണ്ണമാകാനാണ് ഈശോയെ നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും ബോധ്യങ്ങളാണ് എനിക്ക് ഇത്രയും ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് പറയാം. താങ്ക് യു.